Our topic is a transmission method. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പൾസ് എക്കോ മെത്തേഡ് കണ്ടു. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ട്രാൻസ്ഡ്യൂസറാണ്. ആ ട്രാൻസ്ഡ്യൂസർ തന്നെ ഒരു ട്രാൻസ്മിറ്ററും റിസീവറുമായിട്ട് ആക്ട് ചെയ്യുന്നു. ഇവിടെ ഈ ഒരു ട്രാൻസ്മിഷൻ മെത്തേഡിൽ വി യൂസ് 2 transducers and one act as a transmitter and the other transducer act as a receiver. അപ്പോൾ നമുക്ക് ഈ ട്രാൻസ്മിഷൻ മെത്തേഡ് എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡിൽ നമ്മൾ 2 ട്രാൻസ്ഡ്യൂസേഴ്സ് യൂസ് ചെയ്യും. അതിൽ ഒന്ന് ചെയ്യുന്ന കാര്യം സൗണ്ട് വേവിനെ ട്രാൻസ്മിറ്റ് ചെയ്യുക, സ്പെസിമെനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അടുത്ത ട്രാൻസ്ഡ്യൂസർ ചെയ്യുന്ന കാര്യം ഈ സ്പെസിമെനിലേക്കുള്ള ട്രാൻസ്മിറ്റായി പുറത്ത് വരുന്ന ആ ഒരു സൗണ്ട് വേവിനെ റിസീവ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് റിസീവർ എന്ന് പറയുന്ന ട്രാൻസ്ഡ്യൂസർ ഇരിക്കുക. നമുക്ക് സ്കീമാറ്റിക് നോക്കാം. ഇതാണ് നമ്മുടെ സ്പെസിമെൻ. നമ്മുടെ സ്പെസിമെനിൽ നമുക്കൊരു ട്രാൻസ്മിറ്റർ ഉണ്ട്, അതുപോലെ തന്നെ ഒരു റിസീവർ ഉണ്ട്. ട്രാൻസ്മിറ്റർ സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, അത് റിസീവർ അബ്സോർബ് ചെയ്യുന്നു. എന്നിട്ട് റിസീവർ അതിനെ റിസീവ് ചെയ്തതിന് ശേഷം ഔട്ട്പുട്ട് തരുന്നു. ഇൻ കേസ് ക്രായ്ക്കൊന്നുമില്ല എങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു ഔട്ട്പുട്ട് സിഗ്നൽ, റിസീവറിന് ഒരു ഔട്ട്പുട്ട് കിട്ടും. ഇൻ കേസ് ക്രായ്ക്കുണ്ട് എങ്കിൽ ഈ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സൗണ്ട് വേവ്സിൻ്റെ ഒരു പാർട്ട് ഈ ക്രായ്ക്കിൽ തട്ടിൽ റിഫ്ലക്റ്റ് ചെയ്ത് പോകും. ഒരു പാർട്ട് മാത്രമേ റിസീവറിൽ എത്തിച്ചേരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് റിസീവറിന് ഒരു ഔട്ട്പുട്ട് കിട്ടും. പക്ഷേ ആ ഔട്ട്പുട്ട് ഡിസ്കണ്ടിന്യൂറ്റീസ് ഇല്ലാത്തൊരു കേസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കുറവായിരിക്കും. കാരണം ഒരു പാർട്ട് സൗണ്ട് വേവ് മാത്രമേ റിസീവറിൽ എത്തുന്നുള്ളൂ. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ടേ റിസീവർ തരൂ. ഒരു പാർട്ട് എന്ന് പറയുന്നത് ക്രായ്ക്കിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നു. ഇനി ഇൻ കേസ് നമ്മുടെ ക്രായ്ക്ക് വളരെ വലുതാണെങ്കിൽ റിസീവറിലേക്ക് സൗണ്ട് വേവ് എത്തിച്ചേരുന്നതിന് ഈ ക്രായ്ക്ക് ബ്ലോക്ക് ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ ഒരു സിഗ്നൽ പോലും അല്ലെങ്കിൽ ഒരു സൗണ്ട് വേവ് പോലും റിസീവറിൽ എത്തിച്ചേരുന്നില്ല. അങ്ങനെയെങ്കിൽ റിസീവറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ ഈ റിസീവറിലേക്ക് എത്തിച്ചേരുന്ന സൗണ്ട് വേവിൻ്റെ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ എമൗണ്ട്, അതിനെ ആശ്രയിച്ചായിരിക്കും റിസീവറിൻ്റെ ഔട്ട്പുട്ട്. അപ്പോൾ റിസീവറിൻ്റെ ഔട്ട്പുട്ടിലുണ്ടാകുന്ന വേരിയേഷൻസിനെ ബേസ് ചെയ്തുകൊണ്ട് ക്രായ്ക്കിൻ്റെ സൈസ് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു മെത്തേഡിൻ്റെ തന്നെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് നമുക്ക് ക്രായ്ക്കിൻ്റെ സൈസ് മനസ്സിലാക്കാം, പക്ഷേ ക്രായ്ക്ക് ഉണ്ടോ എന്ന് മനസ്സിലാക്കാം. പക്ഷേ ക്രായ്ക്കിൻ്റെ ലൊക്കേഷൻ എവിടെയാണ് എന്നുള്ളത് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. Then here we use 2 transducers locating on opposite sides of the test specimen, and one is a transmitter and the other is a receiver. അപ്പോൾ ഈ ട്രാൻസ്മിറ്ററിനും റിസീവറിനും ഇടയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഡിസ്കണ്ടിന്യൂറ്റീസ് ഉണ്ട് എങ്കിൽ റിസീവറിൽ എത്തിച്ചേരുന്ന സൗണ്ട് വേവിൻ്റെ എമൗണ്ട് കുറയുന്നു. അതനുസരിച്ച് റിസീവറിൻ്റെ ഔട്ട്പുട്ടിനെ അത് ബാധിക്കുന്നു. ഡിസ്കണ്ടിന്യൂറ്റീസ് ഇൻ ദ സൗണ്ട് പാത്ത് വിൽ റിസൾട്ട് ഇൻ എ പാർഷ്യൽ ഓർ ടോട്ടൽ ലോസ്. ഇതാണ് പാർഷ്യൽ ലോസ്. ക്രായ്ക്ക് മുകളിൽ ഉണ്ടായ പാർഷ്യൽ ലോസ്. ഇനി ആ ക്രായ്ക്ക് വലുതാണെങ്കിൽ ടോട്ടൽ ലോസ്. പാർഷ്യൽ ഓർ ടോട്ടൽ ലോസ് ഓഫ് സൗണ്ട് ബീങ് ട്രാൻസ്മിറ്റഡ് ആൻഡ് ബി ഇൻഡിക്കേറ്റഡ് ബൈ എ ഡിക്രീസ് ഇൻ ദ റിസീവ്ഡ് സിഗ്നൽ ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ ഡിഫക്റ്റ് ഉണ്ട് എങ്കിൽ ഈ ട്രാൻസ്മിറ്ററിനും റിസീവറിനും ഇടയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒന്നുകിൽ കുറയും അല്ലെങ്കിൽ 0 ആകും. ഓക്കെ, ദെൻ നമുക്ക് ഈ കാണുന്ന ഒരു എക്സാമ്പിളാണ്. നമുക്കൊരു ട്രാൻസ്മിറ്റർ ഉണ്ട്, ഒരു റിസീവറുണ്ട്. അപ്പോൾ ട്രാൻസ്മിറ്റർ ട്രാൻസ്മിറ്റ് ചെയ്ത് അത്രയും റിസീവറിലേക്ക് എത്തിച്ചേർന്നു, നമുക്കൊരു ആംപ്ലിറ്റ്യൂഡ് കിട്ടി. ഇനി ദെൻ ഈ ഒരു കേസിലെടുക്കുമ്പോൾ ഒരു പാർട്ട് മാത്രമേ റിസീവറിൽ എത്തിച്ചേരുന്നുള്ളൂ, ഒരു പാർട്ടിനെ ക്രായ്ക്ക് ബ്ലോക്ക് ചെയ്യുന്നു. സോ അതുമൂലം നമുക്ക് ആ കിട്ടിയ ഔട്ട്പുട്ടിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് കുറഞ്ഞു. ഇനി ഈ ഒരു കേസിലെടുക്കുമ്പോൾ ക്രായ്ക്ക് കംപ്ലീറ്റ് ആയിട്ട് റിസീവറിലേക്ക് എത്തിച്ചേരുന്ന സൗണ്ട് വേവിനെ ബ്ലോക്ക് ചെയ്യുന്നു. അതുമൂലം നമുക്ക് ഔട്ട്പുട്ട് 0 ആകുന്നു. അപ്പോൾ ഇതാണ് കാണിച്ചിരിക്കുന്നത് ക്രായ്ക്ക് ഇല്ലാത്തൊരു കേസ്, ക്രായ്ക്കുള്ള കേസ്, ആ ക്രായ്ക്ക് വളരെ വലുതായിട്ടുള്ള കേസ്. അപ്പം ക്രായ്ക്ക് ഇല്ലാത്ത കേസിൽ നമുക്ക് റിസീവറിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കൂടുതലായിരിക്കും ആസ് കമ്പയർഡ് ടു ദീസ് കേസസ്. ഈ കേസിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമുക്ക് ട്രാൻസ്മിറ്റർ ഉണ്ട്, റിസീവർ ഉണ്ട്, നമ്മുടെ സ്പെസിമെൻ. ക്രായ്ക്കില്ലാത്തൊരു കേസും ക്രായ്ക്കുള്ള ഒരു കേസും. Then the transmitter sends the ultrasound through one surface and a separate receiver detects the amount that has reached it on another surface after traveling through the medium. ഇപ്പോൾ ട്രാൻസ്മിറ്റർ സൗണ്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു.
അത് സ്പെസിമെനിൽ കൂടെ കടന്നുപോയി അത് റിസീവറിലേക്ക് എത്തിച്ചേരുന്നു, റിസീവർ ഔട്ട്പുട്ട് തരുന്നു. ആ ഔട്ട്പുട്ടിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് ക്രാക്കിൻ്റെ നേച്ചർ എങ്ങനെയാണ് എന്നുള്ളത്. ഇംപെർഫെക്ഷൻസ് ഇൻ ദ സ്പേസ് ബിറ്റ്വീൻ ദ ട്രാൻസ്മിറ്റർ ആൻഡ് റിസീവർ റെഡ്യൂസ് ദ എമൗണ്ട് ഓഫ് സൗണ്ട് ട്രാൻസ്മിറ്റഡ്. നേരത്തെ നമ്മൾ കണ്ടതുപോലെ ഇൻ കേസ് ഒരു ക്രാക്ക് ഉണ്ട് എങ്കിൽ ആ ക്രാക്ക് മൂലം റിസീവറിലേക്ക് എത്തിച്ചേരുന്ന സൗണ്ട് എനർജിയുടെ എമൗണ്ട് ഒരു വ്യത്യാസം ഉണ്ടാകുന്നു, ഒരു കുറവുണ്ടാകുന്നു. അങ്ങനെ കുറവുണ്ടാകുമ്പോൾ അത് കാണിക്കുന്നത് എന്താണ്? ദ പ്രസൻസ് ഓഫ് ഡിഫക്റ്റ് ആണ് അത് കാണിക്കുന്നത്. ഇനി നമുക്ക് ട്രാൻസ്മിഷൻ മെത്തേഡ് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. പൾസ് എക്കോ മെത്തേഡിലെ പോലെ തന്നെ നോർമലായിട്ട് നമുക്ക് സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമുക്ക് സൗണ്ട് വേവ് കൊടുക്കാം. അതല്ല എങ്കിൽ സർഫസിന് ഇൻക്ലൈൻഡ് ആയിട്ട് വരുന്ന രീതിയിൽ, സർഫസിലൂടെ ഇൻക്ലൈൻഡ് ആയിട്ട് പോകുന്ന രീതിയിൽ നമുക്ക് ആംഗിൾ ബീം എന്ന രീതിയിൽ കൊടുക്കാം. അപ്പോൾ ഈ കാണുന്നത് നോർമൽ ബീമാണ്. ഇവിടെ നമുക്കൊരു ട്രാൻസ്മിറ്റർ ഉണ്ട്, ഒരു റിസീവർ ഉണ്ട്. നമ്മൾ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടുകൊണ്ട് നമ്മൾ സൗണ്ട് വേവ്സിനെ കൊടുക്കുന്നു. ഇനി പ്രൊസീജിയറാണ്. നമുക്ക് രണ്ട് എൻഡുകളിൽ നമ്മൾ രണ്ട് ട്രാൻസ്ഡ്യൂസർ വെക്കുന്നു. അത് ഒന്ന് ട്രാൻസ്മിറ്ററും ഒന്ന് റിസീവറുമാണ്. റിസീവറിൻ്റെ ഔട്ട്പുട്ടാണ് നമ്മൾ CRT ഡിസ്പ്ലേയിൽ കാണിക്കുക. ഇപ്പോൾ സ്പെസിമെൻ വിത്തൗട്ട് എനി ഡിഫക്റ്റ് ഹാസ് നോ ലോസ് ഇൻ ട്രാൻസ്മിറ്റഡ് സൗണ്ട് വേവ്സ്. ഡിഫക്റ്റ് ഇല്ലാത്ത കേസിൽ റിസീവറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ഇൻ കേസ് ഒരു ഡിഫക്റ്റ് ഉണ്ട് എങ്കിൽ അത് റിസീവറിലേക്ക് എത്തിച്ചേരുന്ന സൗണ്ട് വേവിൻ്റെ എമൗണ്ടിനെ കുറയ്ക്കുന്നു. അതുമൂലം റിസീവറിൻ്റെ ഔട്ട്പുട്ട് കുറയുന്നു. അപ്പോൾ റിസീവറിൻ്റെ ആ പൾസ് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ചെറുതാണ്, അല്ലെങ്കിൽ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞിരിക്കുന്നതായി നമുക്ക് കാണാൻ പറ്റും ഡിഫക്റ്റ് ഉള്ള കേസിൽ. Then this method can be done efficiently by using coupling to avoid losses in sound waves due to separation between the surface. അപ്പോൾ നമുക്കിവിടെയും നമ്മൾ കപ്ലൻ്റ് യൂസ് ചെയ്യണം. അത് ട്രാൻസ്മിറ്ററിൻ്റെ കേസിലായാലും റിസീവറിൻ്റെ കേസിലായാലും നമ്മൾ ആ എയർ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ എയർ ഗ്യാപ്പ് ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ കപ്ലൻ്റ് ആഡ് ചെയ്യും. ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് ട്രാൻസ്മിഷൻ മെത്തേഡാണ് ലെസ് ആൾട്ടർനേഷൻ ഓഫ് സൗണ്ട് എനർജി, no probing, no dead zone, orientation does not matter. Then disadvantage എന്ന് പറയുന്നത് the defect cannot be located. ഏറ്റവും വലിയ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഡിഫക്റ്റിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നില്ല. ദെൻ ദ കമ്പോണൻറ്റ് സർഫസ് മസ്റ്റ് ബി പാരൽ ആയിട്ടുള്ള സർഫസുകളിലാണ് നമുക്കിത് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. വെർട്ടിക്കൽ ഡിഫക്ട്സ് ഡു നോട്ട് ഷോ. അതായത് സർഫസിൽ വെർട്ടിക്കലായിട്ട് വരുന്ന ഡിഫക്റ്റുകൾ, ഇപ്പോൾ നമ്മൾ ഈ ഒരു സർഫസ് എടുക്കുകയാണ് എങ്കിൽ ഇങ്ങനെ വരുന്ന ഡിഫക്റ്റുകൾ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. വെർട്ടിക്കൽ ഡിഫക്റ്റ് ഡു നോട്ട് ഷോ. ദെൻ ആക്സസ് ടു ബോത്ത് സൈഡ് ഓഫ് ദ കമ്പോണൻറ്റ് ഈസ് എസെൻഷ്യൽ. അപ്പോൾ നമുക്ക് ആ ഒരു കമ്പോണൻറ്റ് ഏതാണോ ടെസ്റ്റ് ചെയ്യേണ്ടത് അതിൻ്റെ രണ്ട് സൈഡിലും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റണം. അതായത് ട്രാൻസ്മിറ്റർ നമുക്ക് വെക്കാൻ പറ്റണം, റിസീവറും വെക്കാൻ പറ്റണം. അപ്പോൾ അത്തരത്തിലുള്ള സ്പെസിമെനിൽ മാത്രമേ നമുക്ക് ഇത് ഈ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യാൻ സാധിക്കൂ. അപ്പോൾ ഈ കാണുന്നത് നമുക്ക് പൾസെക്കോ മെത്തേഡുണ്ട്. പൾസെക്കോ മെത്തേഡും അതുപോലെ തന്നെ ട്രാൻസ്മിഷൻ മെത്തേഡുണ്ട്. അത് രണ്ടും കൂടി ഒന്ന് കമ്പയർ ചെയ്തതാണ്. പൾസെക്കോ മെത്തേഡിൽ ട്രാൻസ്മിറ്ററും റിസീവറും ഒരു സൈഡിലാണ്. അതേസമയം ട്രാൻസ്മിഷൻ മെത്തേഡിൽ ട്രാൻസ്മിറ്ററും റിസീവറും രണ്ട് സൈഡിലാണ്. അതേസമയം പൾസെക്കോ മെത്തേഡിൽ നമുക്ക് ഡിഫക്റ്റിൻ്റെ ലൊക്കേഷനും ഡിഫക്റ്റ് മൂലം ഉണ്ടാകുന്ന റിഫ്ലക്റ്റഡ് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡും കാണാം. അതുപോലെ തന്നെ ബാക്ക് വാൾ എക്കോയും കാണാം. അതേസമയം ട്രാൻസ്മിഷൻ മെത്തേഡിൽ നമുക്ക് അങ്ങനെയില്ല. ഡിഫക്റ്റ് ഇല്ലാത്തൊരു കേസിലെയും ഡിഫക്റ്റ് ഉള്ള കേസിലെയും ആ റിസീവറിൻ്റെ ഔട്ട്പുട്ടുകൾ തമ്മിൽ കമ്പയർ ചെയ്യാനേ സാധിക്കൂ.